എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മൈറ്റി ഹാൻഡ്സ് സാമ്പത്തിക മേഖലകളിൽ പുതുവഴികൾ തുറക്കപ്പെടുന്ന ആത്മാവിൻ്റെ അഭിഷേകത്താൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് നമ്മെ നയിക്കുന്ന കർത്താവ് ഒരുക്കി തന്ന ശുശ്രൂഷയാണ് മൈറ്റി ഹാൻഡ്സ്. അതിന് 2ാം ദിനത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക മണ്ഡലം ഇന്നൊരുപാട് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. കടഭാരം മൂലം, കടക്കെണികളാൽ കുരുക്കിലാക്കപ്പെട്ട, തകർന്നുപോയ, ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശ അറ്റുപോയി, ജീവിതം പെരുവഴിയിലായിപ്പോയ 1000-കണക്കിന് ജീവിതങ്ങൾ. ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത വിധം മാനുഷികമായി എല്ലാ വാതിലുകളും അടഞ്ഞുപോയി. ജപ്തി നോട്ടീസുകളും കടഭാരങ്ങളും മൂലം നരകതുല്യമായി ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നമുക്കായി ഒരുക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമുക്ക് ലഭ്യമാകുന്നൊരു ഫ്രീഡമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അഭിഷേകം നമുക്ക് തരുന്ന ഉന്നതിയുണ്ട്, ഒരു പ്രമോഷനുണ്ട്. അത് ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക മണ്ഡലത്തിലും നമ്മുടെ സാമ്പത്തിക തലങ്ങളിലും ആത്മാവിന്റെ അഭിഷേകം നമ്മെ കരം പിടിച്ചുയർത്തുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സകലതിനെയും പുനരുദ്ധരിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകത്തിന് കഴിയും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നമുക്കായി തുറന്നു തരുവാൻ ആത്മാവിന്റെ അഭിഷേകത്തിന് സാധിക്കും. നമ്മുടെ ജീവിതങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ചലിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ മനസ്സിന്റെ ക്രിയാത്മകമായ ശേഷി നഷ്ടപ്പെട്ട് മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്മനിറവിലേക്ക് നയിക്കുവാൻ അഭിഷേകത്തിന് കഴിയും. എന്റെ സഹോദര സഹോദരി, കർത്താവിന്റെ സന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. സകല മുഖങ്ങളെയും അഭിഷേകം ഒടിച്ചു കളയുന്നു. എല്ലാവിധ കെട്ടുകളെയും ആത്മാവിന്റെ അഭിഷേകം പൊട്ടിക്കുന്നു. കാരണം അത് കർത്താവിന്റെ അത്ഭുത ശക്തി എത്രേ. എന്റെ സഹോദരങ്ങളെ, ഇന്നലത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പലരും ഇന്ന് എന്നെ വിളിച്ചു. ബ്രദറെ, ഒരുപാട് സന്തോഷമുണ്ട്. മറ്റു പലരും പറഞ്ഞു ലക്ഷങ്ങളുടെ കടബാധ്യത. പലരും അവരുടെ കടബാധ്യതകൾ ലിസ്റ്റ് വായിക്കുകയായിരുന്നു. മനസ്സിന് വല്ലാത്തൊരു നോവുണ്ടായി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്തുമാത്രം വലുതായിക്കൊള്ളട്ടെ, നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ അത്ഭുത ശക്തിയെ നമ്മൾ ചെറുതായി കാണരുത്. എത്ര വലിയ പടുകുഴിയിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ, നമുക്ക് വിമോചനം തരുവാൻ, കടഭാരങ്ങളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ഇന്നും എന്നും ഒരുപോലെ ശക്തിയുണ്ട്. പൗലോസ്ലീഹ സഭയോടെ പറയുകയാണ്, ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 6-ാം വചനത്തിൽ,
ഈ സാമ്പത്തികമായ ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, നീ അപകാശനായിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല. നാലടി പുറകോട്ടാണ്. അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്, എല്ലാം അത് വരവിനേക്കാൾ അധികമായി ചെലവായി പോകുന്നു. തുടർന്ന് കടം മിച്ചമാണ്, കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നു സഹോദര, എന്നാണ് ഇതിൽ നിന്ന് ഒരു വിമോചനം കിട്ടുക? ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകുമോ? പലരും ഹൃദയം തകർന്ന് നൊമ്പരത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടോ? പരിശുദ്ധാത്മാവ്, ദൈവത്തിന് റൂഹ നമ്മോട് സംസാരിക്കുക. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, നമുക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ട്, സാമ്പത്തിക മേഖലകളിൽ ഉന്നതിയുണ്ട്, ആത്മാവിന്റെ അഭിഷേകം
നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. അടഞ്ഞുപോയ ചില വഴികളെ നമുക്കായി തുറന്നു തരുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രാപിച്ചോ. സ്വർഗം പകർന്ന് അഭിഷേകം ഏറ്റെടുത്തു. ആത്മാവേ പകരുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരിക. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമേ. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഈ വചനം കേൾക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വചനത്തിൽ അവിടെ മനോഹരമായ ചില വെളിപ്പെടുത്തലുകൾ ആത്മാവ് തരികയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ക്ലേശങ്ങൾ ഞാൻ കണ്ടു. പറഞ്ഞേ, ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. എന്റെ ജനത്തിന് ക്ലേശങ്ങൾ ഞാൻ കണ്ടു. അവരുടെ രോദനം, നിലവിളി ഞാൻ കേട്ടു. അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും ഞാൻ അറിയുന്നു. എന്റെ സഹോദരങ്ങളെ, തന്റെ ജനത്തെ പ്രതിയുള്ള കർത്താവിന്റെ കരുതലാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് നമ്മുടെ കണ്ണീരും കഷ്ടപ്പാടും കർത്താവ് അറിയുന്നുണ്ട്. ചങ്കുപൊട്ടിയുള്ള നമ്മുടെ നിലവിളികൾ കർത്താവ് കേൾക്കുന്നുണ്ട്. ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. നമ്മുടെ ക്ലേശങ്ങളും നമ്മൾ കടന്നു പോകുന്ന കഠിനമായ സാമ്പത്തിക തകർച്ചയുടെ തീച്ചൂളയുടെ ആ പൊള്ളുന്ന അനുഭവങ്ങള് കർത്താവ് കാണുന്നുണ്ട്. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. തന്റെ ജനത്തിന്റെ ആത്മീയ വീണ്ടെടുപ്പിന് വേണ്ടി അവരെ സ്വതന്ത്രരാക്കുവാൻ കർത്താവ് എന്താ ചെയ്തത്? അവർ അനുഭവിക്കുന്ന അടിമത്തത്തിന്റെ, അവർ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണത്തിലേക്ക് ദൈവം തന്റെ പ്രവാചകൻ അയക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിക്കുക. ദൈവം മോശയോട് പറഞ്ഞു, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. കർത്താവിന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും അവരുടെ യാതനകൾക്കും അവരുടെ കൊടിയ ദുഃഖത്തിനും കണ്ണുനീരിനും കാരണം ഫറവയാണ്. തന്റെ ജനം അനുഭവിക്കുന്ന യഥാർത്ഥമായ ആത്മീയ പ്രതിസന്ധിയിലേക്ക്, ആ സ്പിരിച്വൽ റീസണിലേക്ക് കർത്താവ് തന്റെ പ്രവാചകൻ അയക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, അടിക്കടിക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, എത്ര കഷ്ടപ്പെട്ടാലും കടഭാരങ്ങളിൽ നിന്ന് നമുക്കൊരു വിമോചനമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ അധികമായ ചെലവ് മൂലം ഓരോ ദിവസവും ഓരോ മാസം കഴിയും തോറും കടബാധ്യത, സാമ്പത്തിക ബാധ്യത അത് കൂടി വർദ്ധിച്ചു വരികയാണ്. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ, ജീവിതം ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥ. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, ഈ സാമ്പത്തിക തകർച്ചകളുടെ പുറകിൽ ചില ആത്മീയ കാരണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ചില ആത്മീയ കാരണങ്ങളുണ്ട്. നിയമവർത്തന പുസ്തകം 28:17 പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായി. ഇവിടെ ശാപഗ്രസ്തം എന്ന് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട. ഇത് പഴയ നിയമത്തിന് പ്രമാണമായി നമ്മൾ ഇതിനെ തള്ളിക്കളയരുത്. എന്റെ സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ അവിടെ അനുഗ്രഹത്തിന്റെ അവസ്ഥയില്ല, കൃപയുടെ അവസ്ഥയില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, കണ്ണീരുകള്, ജീവിക്കാൻ പോലും പറ്റാത്ത വിധം വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ അവസ്ഥകള്, ഇതിനെക്കുറിച്ചാണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലം എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ജീവിതമാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ, വരുമാന മാർഗങ്ങൾക്ക് അടഞ്ഞുപോയ അവസ്ഥ, എല്ലാം കൈവിട്ടുപോയൊരവസ്ഥ,
എന്റെ സഹോദര സഹോദരി, ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ അഭിഷേകത്തിന് കഴിയും. ആത്മശക്തിക്ക് മാത്രമേ കഴിയൂ. നിന്റെ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് സാധിക്കും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, സകലത്തിനും മതിയായ ദൈവമാണ്. കർത്താവ് കൽപ്പിക്കുന്നു, ആ കൽപ്പന നിറവേറ്റുവാൻ അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. കർത്താവിന്റെ വചനം പാഞ്ഞു വന്ന് ഈ ജനത്തിന്റെ മേൽ പരിവർത്തിക്കട്ടെ, ഈ ജനത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടത്തട്ടെ. കരമേറ്റി വിളിക്കുന്നു യേശുവേ, വിളിച്ച്. ഇപ്പോൾ അനേകരിലേക്ക് വിമോചനം വരുന്നു, അനേകരുടെ മേൽ അഭിഷേകം ഇറങ്ങുന്നു. ഇത് ചില കുടുംബങ്ങളിൽ പുതുവഴികൾ തുറക്കപ്പെടുന്നു. സാമ്പത്തിക മണ്ഡലത്തിന്റെ കെട്ടുപാടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നു. റിലീസ്. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കാൽ വഴുതുവാൻ, എന്റെ കാൽ വഴുകി പോകുവാൻ, ഞാൻ ഇടറി വിടുവാൻ, എന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകുവാൻ എന്റെ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. ആ വിശ്വാസത്തോടെ കരമടിച്ച് പ്രത്യാശയോടെ പാടുകേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നീനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഞങ്ങളെ വീണ്ടെടുക്കണേ. ഉയരില്ല എന്നു നീനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു. കരമുയർത്തി ഒറ്റ വിളി യേശുവേ. ജീസസ്, ജീസസ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങളിൽ പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. ആത്മാവിന്റെ അഭിഷേകം ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് ദൈവജനത്തെ നയിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പവർ, 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 പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സാമ്പത്തിക
പെട്ടവനായിരുന്നു. ഫുൾ ഓഫ് ട്രാജഡി. ലോത്തിന്റെ ജീവിതം മുഴുവൻ തകർന്ന ഒരു അനുഭവമായിട്ട് മാറി. ഫുൾ ഓഫ് ട്രാജഡിയാണ്. ഞാൻ ഈ ലോത്തിന്റെ ഈ അനുഭവങ്ങൾ വായിക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. ലോത്ത് ചിന്തിച്ചു കാണും, ഞാൻ എന്തൊരു മിടുക്കനാണ്, കോടിക്കണക്കിന് രൂപ എൻ്റെ കയ്യിലാണ്. അബ്രാം വെറും ഒരു പൊട്ടൻ, അങ്ങേരെ എന്തിനു കൊള്ളാം, ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ല സ്മാർട്ടാണ്, ഞാൻ നല്ല കഴിവാണെന്നൊക്കെ ലോകത്ത് ചിന്തിച്ച് കാണാം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാ സഹോദരങ്ങളെ. അർഹതപ്പെടാത്തത് അതൊരു മുട്ടുസൂചിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തന്റെ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. അർഹതപ്പെടാത്ത സമ്പത്ത് തന്ത്രപരമായി സൂത്രങ്ങളിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, കൂടപ്പിറപ്പുകൾക്ക്, നമ്മുടെ സഹോദരന്മാർക്കും അതിൽ കൃത്യമായി അവകാശമുള്ളതാണ്. പക്ഷേ കയ്യൂക്കൊള്ളൻ കാര്യകാരൻ എന്നുള്ള ആ പോളിസി പ്രകാരം നമ്മുടെ കുടുംബങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തെ ഒരു ആത്മീയ കാരണമാണ് സഹോദരങ്ങളെ, മറ്റുള്ള
തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ വചനം കേൾക്കണം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇവർ നിന്നയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും, സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവനെ എത്ര നാളത്തേക്കാണ്? എത്ര നാളത്തേക്കത്? സ്വന്തമല്ലാത്തവ ചൂഷണത്തിലൂടെ മറ്റുള്ളവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് കൊള്ള പലിശ വഴി, അന്യായ പലിശ വഴി, അമിത പലിശ വഴി സമ്പാദിച്ചു കൂട്ടുന്നവനെ എത്ര നാളത്തേക്കാണ് ഈ പണം? എത്ര നാളത്തേക്കാണ് ഈ സമ്പാദ്യം? വീണ്ടും ആത്മാവ് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവർക്ക് ഒൻപതാമത്തെ വചനം, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിനെ തന്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി കൊള്ള പലിശയിലൂടെ, അമിത പലിശയിലൂടെ, ബ്ലേഡ് പലിശയിലൂടെ, ഇങ്ങനെ മറ്റു പല വിധത്തിലുള്ള പലിശ പണം വഴി ധനം നേടുന്നവനെ, പണം സമ്പാദിക്കുന്നവനെ, ആ കഷ്ടം. അവിടെ കുടുംബങ്ങൾക്ക് കഷ്ടം, തലമുറകൾക്ക് കഷ്ടം. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൃപ തരണമേ, കൃപ തരണമേ, ജ്ഞാന വെളിച്ചം തരണമേ, അനുതാപ ഹൃദയം തരണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇനി വരുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചിരിക്കണമേ. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 10-11 വചനങ്ങളിൽ അപ്രകാരമുള്ള ഭവനങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? പല ജനതകളെയും പല കുടുംബങ്ങളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ച് നീ അനേകരുടെ ജീവൻ നഷ്ടപ്പെടുത്തി, നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. നിന്റെ ഭവനത്തിലെ ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, നിന്റെ ഭവനത്തിലെ മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും, ഇത് അന്യായത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും ഭവനമാണെന്ന്. ആ ഭവനത്തിൽ എങ്ങനെയാ സുസ്ഥിതി ഉണ്ടാകുക? ആ ഭവനത്തിൽ എങ്ങനെയാ ദൈവാനുഗ്രഹം ഉണ്ടാകുക? ആ ഭവനം എങ്ങനെയാ? സഹോദരങ്ങളെ, ദൈവകൃപയിൽ വർദ്ധിച്ചു 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 വരിക. വർഷങ്ങൾ കഴിയുമ്പോൾ ക്ഷയിച്ചു വരും. തറവാടിത്തം ക്ഷയിക്കും, കുടുംബ മഹിമ നഷ്ടപ്പെടും, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ ക്ഷയിച്ചു പോയി. കയ്യൊക്കെയുള്ള കാര്യക്കാരൻ, അത് ലോകത്തിന്റെ നിയമം, അത് കർത്താവിന്റെ വചനമല്ല, അത് ദൈവത്തിന്റെ നിയമമല്ല. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ആ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനോടൊന്നും അസ്വസ്ഥരാകേണ്ട, നമ്മൾ അനുദപിച്ചാൽ മതി. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കാണും. നമ്മളിപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അതിനോർത്തെല്ലാം ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ കർത്താവിൽ ഏറ്റുപറയുക, അനുദപിക്കുക. നമ്മൾ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് വീണ്ടെടുക്കാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത്തൊരു ആത്മീയ കാരണമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കണക്കുകളിലെ കൃത്രിമം കാണിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കുക. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, ജോലി സ്ഥലത്തുള്ളവരാകാം, ബിസിനസ് മേഖലയിലുള്ളവരാകാം, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ളവരാകാം. കണക്കുകളിലെ കൃത്രിമം കാണിച്ച് മറ്റുള്ളവരെ, കൂടെ നിൽക്കുന്നവര്, സഹപ്രവർത്തകര്, ചിലപ്പോൾ തൻ്റെ സ്ഥാപനത്തിലുള്ള തൻ്റെ മാനേജ്മെന്റ് അധികാരികൾ, തൻ്റെ പാർട്ട്നേഴ്സ്, ആരുമാവട്ടെ സഹോദരൻ, അവരെ പറ്റിക്കുക, അവരെ ചതിക്കുക. എന്നിട്ട് ആ കൃത്രിമത്തിലൂടെ ആ പണം സ്വന്താക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് തലമുറകൾക്ക് അനുഗ്രഹമാവുന്നു? നമ്മൾ വിചാരിക്കുന്നുണ്ടോ അപ്രകാരമുള്ള സമ്പത്തിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരുന്നു? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ആ സമ്പത്തിൽ കർത്താവിന്റെ ആശീർവാദം ഉണ്ടാവില്ല. അപ്രകാരമുള്ള സമ്പത്ത് ഒരിക്കലും തലമുറകൾക്ക് അനുഗ്രഹമാവുകയില്ല. അത് ശാപഗ്രസ്തമാണ്. അതിൽ ആത്മാവിന്റെ അഭിഷേകമില്ല. നോ അനോയിന്റിങ്, നോ ഗ്രേസ്, നോ ഗ്ലോറി, നോ ബ്ലെസ്സിങ്. അത് ശപിക്കപ്പെട്ടതാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണത്. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച്, മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നതിന് മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ഇത് നമ്മുടെ നന്മയ്ക്കും
നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബവും ഐശ്വര്യത്തിന് വരാൻ വേണ്ടിയൊക്കെ പലരും ഈ കൃത്രിമം കാണിച്ച് കാപട്യത്തിലൂടെ, വഞ്ചനയിലൂടെ മറ്റുള്ളവരെ പറ്റിച്ച് തൻ്റെ സ്ഥാപനത്തെ, താൻ ജോലി ചെയ്യുന്ന, താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളെയൊക്കെ ശരിക്കും വിധത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പണം സമ്പാദിക്കുക, പൈസ ഉണ്ടാക്കുക. എൻ്റെ സഹോദരങ്ങള്, വചനം പഠിപ്പിക്കുക. അവനെ തന്നെ തിന്മ വരുത്താണ്. അവൻ തന്റെ കുടുംബത്തെ ദ്രോഹിക്കുകയാണ്, തന്റെ കുടുംബത്തെ നശിപ്പിക്കുകയാണെന്നാണ് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നത്. വീണ്ടും ദൈവത്തിന് വചനം പറയുന്നു, തോബിത്തിന്റെ പുസ്തകം 12:10. നിങ്ങൾ ശ്രദ്ധയോടെ വചനം കേൾക്കണേ. പാപം ചെയ്യുന്നവർ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നവർ സ്വന്തം ജീവന്റെ ശത്രുവാണ്. എത്ര എത്ര ഗംഭീരമായ വചനമാണിത്. എന്റെ ഹൃദയത്തെ കൊളത്തിയൊരു വചനമാണ്. നമ്മൾ താൽക്കാലിക സുഖത്തിനും നൈമിഷികമായ നേട്ടങ്ങൾക്കും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുസ്ഥിതിക്കും വേണ്ടിയ ചില ഇതുപോലെ കള്ളത്തരങ്ങള്, ഇതുപോലെ ചില ചതികള്, ഇതുപോലെ ചില കാപട്യങ്ങള് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. പക്ഷെ അറിയുന്നില്ല. വചനം പഠിപ്പിക്കുക, നീ നിന്റെ ജീവനെ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുക ചെയ്യുന്നത്. നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ നീ തകർക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ തലമുറയ്ക്ക് നീ നാശം വരുത്തി വെക്കുകയാണ്. സുഭാഷിത പുസ്തകം 15:27 കൃത്യമായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. കേട്ടോ, കള്ളത്തരത്തിലൂടെ, ചതിയിലൂടെ, അന്യായ പലിശയിലൂടെ, കാപട്യത്തിലൂടെ, പല വിധത്തിലുള്ള തന്ത്രങ്ങളിലൂടെ, സൂത്രങ്ങളിലൂടെ നുണ പറഞ്ഞ് പറ്റിച്ച് കുടുംബത്തിന് വേണ്ടി സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവരും അത് സ്വരൂപിക്കുന്നവരും വചനം പഠിപ്പിക്കുന്നു. അവർ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. സാമ്പത്തികമായ അടിത്തറ അവർ ഇളക്കിക്കളയുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അസ്വസ്ഥരാകരുത്. കർത്താവേ, ഇത് അറിയാതൊക്കെ വന്നു പോയിട്ടുണ്ട്. കർത്താവേ, മുൻ തലമുറകളിൽ സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവെ, കരുണ വർഷിക്കണമേ. ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, ഈ കൊടിയ കടഭാരത്തിൽ നിന്ന്, കടക്കണിയുടെ കുരുക്കുകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. വിളിച്ച് വിളിക്കുന്നു ഈശോ. കർത്താവിന്റെ കരുണ പെരുമഴ പോലെ പെയ്യട്ടെ, കുടുംബങ്ങളിലേക്ക് പെയ്യട്ടെ, തലമുറകളിലേക്ക് പെയ്യട്ടെ. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഓരോ ജീവിതത്തിലേക്ക് അത് പെയ്തിറങ്ങട്ടെ. നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രത്യാശയോടെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് വേണം ഈ തിരുവചനങ്ങൾ ശ്രവിക്കുവാനായിട്ട്. ശ്രദ്ധിച്ചുകൊണ്ട്, വളരെ ശ്രദ്ധയോടെ
ഇവയിലൂടെയൊക്കെ നേടിയ സമ്പത്ത്. സക്രിയ പ്രവചനം 5-ാം അധ്യായം 3-4 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങളെ വചനം ശ്രദ്ധിച്ച്. സക്രിയ പ്രവചനം 5,